ബ്ലാക്ക് ബിയേർഡ് ശരിക്കും റോക്സ് ഡി സെബക്കിന്റെ മകനാണോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇരുവരുടെയും പേഴ്സണാലിറ്റി പരസ്പരം പൂർണ്ണമായും വ്യത്യസ്തമാണ്. ഒരു വശത്ത് റോക്സ് ഡി സെബക്ക് ഇതുവരെ ലഭിച്ച വിവരങ്ങൾ പ്രകാരം അവന് ഡെവിൾ ഫ്രൂട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവൻ കടലുകൾ ഭരിച്ചത് റോ സ്ട്രെങ്ത് കൊണ്ടും മോൺസ്ട്രസ് ഹാക്കി കൊണ്ടുമായിരുന്നു. റോക്സിനെ ആദ്യമായി മാങ്കയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു അഡ്മിറലിനെ കൊല്ലുന്നതായി കാണിച്ചു. അതിനുശേഷം ഫൈനൽ ബോസായ ഇമുവിന്റെ മുന്നിൽ കയ്യിൽ തോക്കുമായി ഒരു പേടിയുമില്ലാതെ ഇരിക്കുന്നത്. അതുമാത്രമല്ല വേൾഡ് ഗവൺമെന്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവൻ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചു. പക്ഷേ ബ്ലാക്ക് ബിയേർഡ് ഇതുവരെ കോൺഗ്രസ് ആക്കി പോലും കാണിച്ചിട്ടില്ല. ഫിസിക്കൽ സ്ട്രെങ്ത് കൊണ്ടും അവൻ പ്രശസ്തനല്ല, മറിച്ച് അവന്റെ മുഴുവൻ ശക്തിയും ഡെവിൾ ഫ്രൂട്ടിനെ ചുറ്റിപ്പറ്റിയാണ്. അക്കൈനൂനെ കണ്ടപ്പോൾ പോലും ഫൈറ്റ് ചെയ്യുന്നതിന് പകരം തിരിഞ്ഞോടുകയായിരുന്നു. ഇപ്പോഴൊന്ന് താരതമ്യം ചെയ്തു നോക്കൂ. റോക്സിനെ തടയാൻ റോജറും ഗാർപ്പും രണ്ട് ലെജൻഡ്സ് ചേർന്ന് പോരാടേണ്ടി വന്നു. പക്ഷേ ബ്ലാക്ക് ബിയേർഡ് ലോയുമായുള്ള 1-on-1 ഫൈറ്റിൽ തന്നെ വലിയ സമ്മർദ്ദത്തിലായി. എന്നാലും ബ്ലാക്ക് ബിയേർഡിനെ വേറിട്ട് നിർത്തുന്ന ഒരു കാര്യമുണ്ട്: പേഷ്യൻസ്. വിജയ സാധ്യത ഉറപ്പില്ലെങ്കിൽ അവൻ ഒരിക്കലും ഫൈറ്റ് ചെയ്യില്ല. ഓരോ നീക്കവും വളരെ കൃത്യമായ കണക്ക് കൂട്ടിയതാണ്. ഒരു പക്ഷേ റോക്സിന് ഇല്ലാതിരുന്ന ആ ക്ഷമ തന്നെ ആയിരിക്കും ബ്ലാക്ക് ബിയേർഡിനെ റോക്സിന് പോലും നേടാൻ കഴിയാത്ത ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത്. തിങ്ക് അബൌട്ട് ദാറ്റ്.